2 മാസത്തെ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കുട്ടികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയും പൂർത്തിയായി. എല്ലാം കഴിഞ്ഞോ തയ്യാറെടുപ്പൊക്കെ? കഴിഞ്ഞു. വിശക്കുന്നുണ്ടോ? കഴിച്ചോ? പഠിച്ചു കഴിഞ്ഞോ? ഡാൻസ് ഒക്കെ പഠിച്ചു. മുന്നത്തെ വർഷമൊക്കെ ഉണ്ടായിരുന്നോ? മുന്നത്തെ വർഷം ഇല്ലായിരുന്നു. എങ്ങനെയുണ്ട് അനുഭവം? വളരെ സന്തോഷം. നമ്മുടെ സ്കൂളില് സംസ്ഥാന പ്രവേശനോത്സവം നടക്കുന്നത് വളരെ സന്തോഷം. ഇഷ്ടായോ വേനലവധിയൊക്കെ? ആണ്. ഒരു മടി വന്നോ? ചെറുതായി. ഉറങ്ങി എഴുന്നേക്കാൻ മടി വന്നോ? ചെറുതായിട്ട്. എന്നാലും നമ്മൾ പഠിക്കുകയല്ലേ മിടുക്കരായിട്ട്? A+ വാങ്ങൂ? പിന്നെ അല്ല ഇനി കളിക്കാനൊന്നും പറ്റില്ല. അതാണ്. അടുത്ത ലീവ് വരുമല്ലോ, അപ്പൊ കളിക്കാല്ലോ. ആണ്. ഇനി ഒരു വർഷം നമ്മൾ പഠിച്ച് തിമിർക്കും. പിന്നല്ല. ഇക്കുറി ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കിയാണ് പ്രവേശനോത്സവം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. മേഘനാമുരളി പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും, ടോബി ജോൺസൺ കോട്ടയം MD സെമിനാരി സ്കൂളിൽ നിന്നും, നിഖിൽ പ്രമേഷ് മലപ്പുറം പാങ് GLP സ്കൂളിൽ നിന്ന് ചേരുന്നു. ആദ്യം മേഖലയിലേക്ക്. മേഘന, അപ്പോൾ പാലുള്ളി വിതറി തുടങ്ങിയോ? ചുറ്റും പാൽച്ചീരി ചിതറി തുടങ്ങിയോ? അല്ലേ? അതെ. കുട്ടികളൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ വലിയ ആഘോഷമാണ്. പ്രവേശനോത്സവത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ആ മനോഹാരിത നഷ്ടപ്പെടാതെ തന്നെയാണ് ഇത്തവണയും സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുട്ടികളെയും കരഞ്ഞുകൊണ്ട് ഇവിടേക്ക് കണ്ടിട്ടില്ല. മറിച്ച് എല്ലാവരും നല്ല മിടുക്കരായാണ് ഈ സ്കൂളുകളിലേക്ക് എത്തുന്നത്. ഇവിടെ NCC SPC കേഡറ്റുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു. അതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി VD സതീശൻ, അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള K മുരളീധരൻ, CP ജോൺ, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയും ഈ സ്കൂളിലേക്ക് എത്തിച്ചേരും. അതിനുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പും സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 500-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമുണ്ട്. അവിടെ നേരത്തെ തന്നെ ഈ 8 മണിക്ക് ശേഷം തന്നെ കുട്ടികൾ ഓരോന്നായി ഇരിപ്പിടത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അവർ എല്ലാവരും നല്ല സന്തോഷവാന്മാരായി തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി എത്തുന്നതിന് മുന്നേ തന്നെ പ്രവേശനോത്സവ ഗാനം, അതിന്റെ ഒരു AI ആണ് ഇത്തവണ പ്രവേശനോത്സവ ഗാനം പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പ്രവേശനോത്സവ ഗാനത്തിന്റെ ഒരു ദൃശ്യാവിഷ്കാരം ഇവിടെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കൂടുതൽ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് അടക്കം പോവുക. ഇവിടെ നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഈ കുട്ടികളൊക്കെ, അത് 1ാം ക്ലാസ് മുതൽ ഇവിടെ +2 വരെയുള്ള കുട്ടികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ 45 ലക്ഷത്തിനോടടുത്ത് കുട്ടികളാണ് സംസ്ഥാനത്തുടനീളമായി 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലേക്ക് എത്തുന്നത്. ഇവിടെ 3 ലക്ഷത്തിലധികം കുട്ടികൾ 1ാം ക്ലാസ്സിലേക്കും പ്രവേശനം നേടിയിട്ടുണ്ട്. അവരൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിലായി ഇങ്ങനെ ഈ പ്രവേശനോത്സവം അത് പഠിച്ച് വേനലവധിക്ക് ശേഷം പഠിച്ചു മിടുക്കരാകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. മോനെ, എന്റെ പേര് ആരാധ്യ. 1ാം ക്ലാസ്സിലാ? 4-ന്. ഉഷാറാണോ? മടിയുണ്ടോ? കളിക്കാനൊന്നും പറ്റില്ല അല്ലേ? മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം? അതുപോലെ ഹാഷ്മി, നമുക്ക് ഇവിടെ ചാണ്ടി ഉമ്മന്റെ കൊച്ചുമകൻ കൂടി ഇവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്നത്. മകന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിട്ട് എത്തിപ്പോയതാ. ഹാഷ്മി, അതാ ഉമ്മൻചാണ്ടിയുടെ കൊച്ചുമകൻ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോ മരിയ ഉമ്മൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ തന്നെ. അതിനുശേഷം ഇനി കൂടുതൽ ആളുകൾ, മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ ഇവിടേക്ക് എത്തിച്ചേരും. വിദ്യാർത്ഥികളൊക്കെ ഇവിടെ സജ്ജമാണ്. അതുപോലെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ ദൃശ്യാവിഷ്കാരം, പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും അല്പസമയത്തിനകം തന്നെ ഇവിടെ നടക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക്. അതുപോലെ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും അനുയോജ്യമായി തന്നെയാണ് ഇവിടെ ഈ ഒരു അന്തരീക്ഷം എന്നുള്ളതാണ്. മോനെ, എന്താ പേര്? വേനലവധിയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാ ദിവസവും സ്കൂളിൽ വരണം. മടിയുണ്ടോ? സന്തോഷമാണ്. 3ാം ക്ലാസ്സിലോ? 4-ല്. ഒരു പാട്ട് പാടാമോ? മടിയാണോ? എന്റെ പേരെന്താ? അഖില. ഒരു പാട്ട് പാടാം. ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ യൂണിഫോം ഇട്ട് വന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ കളർ വേഷമൊക്കെ ഇട്ട് വന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്താ, 3ാം ക്ലാസ്സിലാ? 5-ല്. 3ാം ക്ലാസ്സിലാ? 5-ല്. പേര്? നൈനിക. ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കളർ ഡ്രസ്, നല്ല ഉടുപ്പൊക്കെയാണല്ലോ. യൂണിഫോം കിട്ടിയില്ലേ? കിട്ടി. കളർ ഇടാന്ന് പറഞ്ഞോ? അങ്ങനെ ഒരുപാട് പേര്, അതുപോലെ തന്നെ ഇവിടെ അധ്യാപകരുണ്ട്. ടീച്ചറെ, എല്ലാ ഒരുക്കങ്ങളൊക്കെ ആയോ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഉദ്ഘാടനം സമയം കാത്തിരിക്കുകയാണ്. എല്ലാവരും ഒരേ ഡ്രസ്സിലാണല്ലോ ടീച്ചർമാർ. അതെ.
അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ടീച്ചർമാരൊക്കെ ഇവിടെ ഒരേ വേഷത്തിലൊക്കെയാണ് ഈ പ്രവേശനോത്സവം അടിപൊളിയാക്കാനായി എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുമക്കൾ അവരൊക്കെ തയ്യാറെടുക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഒന്നിനി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊക്കെ ഒന്നിങ്ങ് എത്തിച്ചേർന്നാൽ ബാക്കി ഗംഭീരമാക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ കുട്ടികൾക്ക് ഏതായാലും മേഘന പാട്ട് കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. പക്ഷെ പിള്ളേര് പാടില്ല എന്ന് കട്ടക്ക് ഉറപ്പിച്ച് നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.